കുവൈറ്റ് ദുരന്തത്തിൽ നെഞ്ചുനീറി കേരളം. തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 24ആയി. 12 മലയാളികൾ ഗുരുതരാവസ്ഥയിൽ ICUവിൽ. മൃതദേഹം ഒരുമിച്ച് കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമം. പ്രത്യേക വിമാനം സജ്ജമാക്കി കേന്ദ്ര സർക്കാർ. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് കുവൈറ്റ് അമീർ. വ്യവസായികളുടെ സഹായമടക്കം 12 ലക്ഷം രൂപ വീതം മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര റദ്ദാക്കി. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ മുഖം നഷ്ടപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തിരുത്തൽ നടപടികൾക്ക് 1563 വിദ്യാർത്ഥികൾക്ക് നൽകിയ ഗ്രേസ് മാർക്ക് റദ്ദാക്കും. പകരം ഈ മാസം 23-ന് വീണ്ടും പരീക്ഷ. പുനഃപരീക്ഷയ്ക്ക് താൽപര്യമില്ലാത്തവർക്ക് ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയുള്ള സ്കോർ. കൗൺസിലിംഗ് നിർത്തിവെക്കാൻ പറ്റില്ലെന്ന് സുപ്രീം കോടതി. തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഭരണത്തിലെ പോരായ്മകളും കാരണമായെന്ന് തുറന്നു സമ്മതിച്ച് CPM സംസ്ഥാന സെക്രട്ടറി. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തത് വോട്ടിനെ സ്വാധീനിച്ചു. തിരഞ്ഞെടുപ്പിൽ CPM നല്ലതുപോലെ തോറ്റു. ഇനി ഒന്നും കാണാതിരുന്നിട്ട് കാര്യമില്ലെന്നും MV ഗോവിന്ദൻ. പാവങ്ങളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ഗൗരവത്തോടെ ഇടപെടണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. ആരാണി പോരാളി ഷാജി? FB പേജിന്റെ അഡ്മിൻ ഇടതുപക്ഷക്കാരനാണെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വരണമെന്ന് MV ജയരാജൻ. യഥാർത്ഥ പോരാളി ഷാജിവെന്ന് വ്യാജ പോരാളി ഷാജി പേജുകൾ തുറന്നുകാട്ടണം. ഫേക്ക് പേജുകളിലാണ് CPM വിരുദ്ധ പ്രചാരണം. താൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നും MV ജയരാജൻ. രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിലും വർഗീയത വമിപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ. LDFന്റെ സീറ്റുകൾ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വിളമ്പി. UDFന്റെ സീറ്റ് പതിവ് പോലെ ലീഗിന് സമർപ്പിച്ചു. 2 മുന്നണികളിലും ഭൂരിപക്ഷ സമുദായം പടിക്ക് പുറത്തെന്നും വെള്ളാപ്പള്ളിയുടെ വാവിട്ട പരാമർശം. G7 ഉച്ചകോടിക്കായി ഇറ്റലിയിലെത്തുന്ന നരേന്ദ്രമോദി നാളെ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ മോദി കാണുന്നത് 3 വർഷങ്ങൾക്ക് ശേഷം. G7 ഉച്ചകോടിക്ക് നാളെ തുടക്കം. വിമതന്മാരോട് പ്രതികാരം ചെയ്യാൻ 25 വർഷത്തെ പഞ്ചായത്ത് ഭരണം തുലച്ച് ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിലെ CPM ഔദ്യോഗിക പക്ഷം. 4 CPM അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസിലെ R രാജുമോൻ പഞ്ചായത്ത് പ്രസിഡന്റ്. ഭരണമാറ്റം വിമതനായ രാജേന്ദ്രകുമാറിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ ഔദ്യോഗിക പക്ഷവും കോൺഗ്രസും പുറത്താക്കിയതിനു പിന്നാലെ വിശ്വസ്തനായ അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിലനിർത്തി പ്രധാനമന്ത്രി. NSA ആയി ഡോവലിന് 3-ാം ഊഴം. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി PK മിശ്ര തുടരും. പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്കെതിരെ ജാമ്യമില്ല, അറസ്റ്റ് വാറണ്ട്. ബംഗളൂരു അതിവേഗ കോടതിയുടെ നടപടി യെദ്യൂരപ്പ ഹാജരാകാത്തതിനെ തുടർന്ന് സഹായം അഭ്യർത്ഥിച്ച് സമീപിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് യെദ്യൂരപ്പ ലൈംഗികാതിക്രമം കാട്ടിയെന്നാണ് കേസ്. സൂര്യനെല്ലിക്കേസിലെ അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയതിന് മുൻ DGP CB മാത്യൂസിനെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അതിജീവിതയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ CB മാത്യൂസിന്റെ ആത്മകഥയിൽ.